വേനലവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലോമല. ഫോൺ 8069247571. ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഴയന്നൂർ സിവിൽ എക്സൈസ് ഓഫീസർ ഷമീറൻ ക്ലാസിന് നേതൃത്വം വഹിച്ചു. ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പഴയന്നൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ MR നിർവഹിച്ചു. സ്കൂൾ പാർലമെന്റ് എന്ന സങ്കല്പം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ദിനം ആചരിക്കുകയാണ്. ഇത് ഈ സ്കൂളിൽ നമ്മൾ ലഹരി വിരുദ്ധ ക്ലാസ് നയിക്കുന്നവരാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മദ്യ മയക്കുമരുന്നുകളുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാമൂഹിക ജീവിതത്തെ വലിയ രൂപത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് അത് വളർന്നിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ ശിഥിലീകരണം, സാമൂഹിക ബന്ധങ്ങളിൽ ഒക്കെ വിള്ളലേൽക്കുന്ന നിലയിലേക്ക് അത് വളരുന്നു. അത് നമ്മുടെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രീതിയിലേക്കാണ് വളർന്നിരിക്കുന്നത്. ഇന്നലത്തെ ഒരു പത്രവാർത്ത നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ ജില്ലയിലാണ് ഒരു മകൻ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തി ലഹരിക്കടിപ്പെട്ട മകൻ. 29 വയസ്സാണ് അവൻ്റെ പ്രായം. ഞാൻ അറിയുന്ന ഒരു സുഹൃത്തിൻ്റെ സഹോദരിയാണ് മരണപ്പെട്ടത്. ആലക്കുടിയിലാണ് അവരുടെ വീട്. അപ്പോൾ ഈ പയ്യൻ 29 വയസ്സാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവൻ്റെ അച്ഛൻ ചെറുപ്പകാലത്ത് തന്നെ മരണപ്പെട്ടു. അമ്മയാണ് ഈ 4 മക്കളുണ്ട്. 4 മക്കളെ പ്രിൻസിപ്പൽ സുനിത N അധ്യക്ഷയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വിപത്ത് എന്ന് പറയുന്നത് തന്നെ കുട്ടികൾ ലഹരിയുടെ അടിമകളായി മാറുക എന്നുള്ളതാണ്. ഈ ഒരു വിപത്തിനെ പറ്റി അത് ഏറ്റവും കൂടുതൽ അറിയുന്ന 3 പേരായിരിക്കും ഈ നിങ്ങളുടെ മുമ്പിൽ കൂടെ ഇരിക്കുന്നത്. കാരണം അവർ നേരിട്ട് ഇങ്ങനത്തെ കേസുകൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് കേൾക്കാം. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് രാധാകൃഷ്ണൻ സാറാണ്. അതേമാതിരി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ക്ലാസ് നയിക്കാൻ വന്നിട്ടുള്ള ഷഹീദ് സാർ, ബാക്കി എല്ലാവരും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പഴയന്നൂർ സിവിൽ എക്സൈസ് ഓഫീസർ ഷമീറൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം വഹിച്ചു. ഗവൺമെന്റിന് ഉണ്ടായതുകൊണ്ട് 2022 ഒക്ടോബർ 6-ാം തീയതി മുതൽ ഗവൺമെന്റ് ഒരു പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ ലഹരി വിരുദ്ധ ക്ലാസുകളൊക്കെ അല്ലെങ്കിൽ ക്യാമ്പയിനൊക്കെ നമ്മൾ നടത്തിയിരുന്നു. 2016 മുതൽ വിമുക്തി എന്നുള്ള പേരിട്ട് നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. 2022 ആയപ്പോഴേക്കും ഈ പറയുന്ന സേ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ ഇന്നത്തെ ഈ നാളത്തെ കേരളം ലഹരിമുക്ത കേരളം എന്നൊരു മോട്ടോയുമായിട്ട് സേ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ ഒരു പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ആ ക്യാമ്പയിനിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം ഒരു 17 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ അണ്ടർ ഏജിൽപ്പെട്ട ഒരാളും അറിവില്ലായ്മയുടെ പേരിൽ ഈ പറഞ്ഞ ലഹരി മരുന്ന് മാഫിയയിലേക്ക് ചെന്നുപെടരുത്. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട വസ്തുത, ഒരു 25 വയസ്സിനും 30 വയസ്സിനും ഒക്കെ മേലെയുള്ള ഇതുവരെ ലഹരി ഉപയോഗിക്കാത്ത നമ്മുടെ സമൂഹവുമായി നല്ലതുപോലെ പ്രവർത്തിച്ചു പോരുന്ന ഒരാളെടുത്ത് എന്നിട്ട് ലഹരി മരുന്ന് മാഫിയ പറയുക, ഇന്ന് കുറച്ച് സാധനം ഞാൻ തരാം, നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്ക്. അപ്പോ അവന് ചിന്തിക്കുന്ന തലച്ചോറുള്ളത് കൊണ്ട്, മാനസിക ആരോഗ്യമുള്ളത് കൊണ്ട്, അവന്റെ സുഹൃത്തുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള അറിവ് ഉപയോഗിച്ച് അവനത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചാൽ അത് എന്നെയും എന്റെ കുടുംബത്തെയും അതുവഴി സമൂഹത്തെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനത് ഉപയോഗിക്കില്ല. ഇത് വളരെ വ്യക്തമായി ലഹരി മരുന്ന് മാഫിയയ്ക്ക് അറിയാം. അപ്പോ ഈ ലഹരി മരുന്ന് മാഫിയ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഏരിയയിൽ മാത്രം കാണുന്നതല്ല. ഇത് ആഗോള വ്യാപകമായി കാണുന്ന പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായി നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് വലിയ വലിയ മാഫിയകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അവർക്ക് ബിസിനസ് ആണ്.
ലഹരി എന്ന വിപത്തിനെതിരെ നമുക്കൊരുമിച്ച് പോരാടാമെന്ന സന്ദേശവുമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് NSS വോളണ്ടിയർ ലീഡർ ആതിര കെ, റമീസ് ടി എ, മാനസ് പി മോഹൻ, വിജയദുർഗ, ആഷ്മിയ PM, ഹരികൃഷ്ണൻ MM, ഹന്ന ഫാത്തിമ എന്നീ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ചർച്ചകളും നടന്നു. NSS കോർഡിനേറ്റർ സുനിത പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ്, ചേലക്കര.